Hello guys, welcome to our YouTube channel. ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ ഫ്രണ്ട്സിലാരും കുറേ നാളായി ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, അകാലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രാം 1 കയറി ഞങ്ങൾ സാർത്തേപ്പൂ ഇറങ്ങി. അവിടെ നിന്ന് നമുക്ക് ടാക്സി പിടിക്കണം. ഈ ടാക്സി പിടിക്കണമെങ്കിൽ ഇവർ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. ഞങ്ങൾക്ക് അകാലിക്കാണ് പോവേണ്ടത്, അവിടെ നിന്ന് ഞങ്ങളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ ഉസ്ബക്കും, എനിക്കാണെങ്കിൽ എൻ്റെ മലയാള ഭാഷയെ അറിയാവൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങളൊരു ഇതിലെത്തി. 10,000 സോം ഈച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ എന്നെ തിരിച്ചു കൊണ്ടുവരാമെന്ന്. അങ്ങനെ ചേട്ടൻ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തിച്ചു. ഒരു എൻഡ് പോയിന്റിൽ ഇങ്ങനെ എത്തിച്ചിട്ട് ഇതാണ് അകാലിക്ക് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നോക്കി കണ്ടുപിടിച്ചോ, കുറച്ച് ആൾക്കാരിയ്ക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവരുടെ അടുത്തോട്ട് പോയി. പിന്നെയാണ് മനസ്സിലായത് നമുക്ക് ഈ റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ മൗണ്ടെയിനിലോട്ട് പോവാം. അപ്പം കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ, നമുക്ക് പേഴ്സണലായിട്ടൊരു സ്പേസ് കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അപ്പുറത്ത് പോയി മുകളിൽ കയറിയപ്പോഴാണ് നല്ല വ്യൂ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും നേരം കയറിയ ക്ഷീണത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡൊക്കെ അടിച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസും പിന്നെ പാസ്തയൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത്രയും കയറിയാണ് ഇവിടെ വരെ എത്തിയെന്ന്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഷെയർ ചെയ്ത് ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് ഇനി വീഡിയോസും ഫോട്ടോസും എടുക്കണമല്ലോ. അവിടെയാണെങ്കിൽ റേഞ്ച് ഇല്ലായിരുന്നു. ഞാനൊരു റീലൊക്കെ നോക്കി വെച്ചാൽ പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നോക്കി ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുറേ നാളായി വീഡിയോസ് ഒരുമിച്ചൊക്കെ ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ക്ഷീണമൊക്കെ മാറി ഇറങ്ങാമെന്ന് എഴുതി. വന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ടഫായിരുന്നു, ഭയങ്കര സ്റ്റീപ്പായിരുന്നു പോകേണ്ട വഴി. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ പാറ പിടിച്ചു വന്നപ്പോൾ ഒരാൾ ബുദ്ധിപൂർവ്വം ഇഴഞ്ഞു വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ആൾ പാൻറ്റ് ഫുള്ള് ചെളിയാക്കിയിരുന്നു. അങ്ങനെ ആൾ ഫുള്ള് ഇഴഞ്ഞാണ് വന്നത് താഴോട്ട്. ബാക്കി എല്ലാവരും അങ്ങനെ വന്നു. ഞങ്ങൾ രണ്ടുപേരുമാണ് ഫസ്റ്റ് എത്തിയത് താഴെ. അങ്ങനെ താഴെ എത്തിയപ്പോൾ വീണ്ടും നമുക്ക് ഈ റിവർ ക്രോസ് ചെയ്യണമല്ലോ. അപ്പോൾ അപ്പുറത്ത് നിന്ന് ചേട്ടന്മാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യണ്ട, നേരെ നടന്നോ, നേരെ നടക്കുമ്പോൾ ബ്രിഡ്ജ് ഉണ്ടെന്ന്. ആ ചേട്ടന്മാരാണെങ്കിൽ കുറച്ചുകൂടെ പൊക്കോ ഇപ്പം പാലം എത്തുമെന്ന് പറഞ്ഞു. നടക്കുന്ന മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ, എവിടാ പാലം എന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഇതിലും ഭേദം ഞങ്ങൾ ഈ പാറേൻ്റെ ഇടയിൽ കൂടെ അവിടെ കടക്കുന്നതായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ ഭാഗ്യം കൊണ്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ പേടിച്ച് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തിയോന്ന് അറിയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചേട്ടന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവറേട്ടൻ വിളിച്ചു. അപ്പോഴേക്കും ചേട്ടൻ വിളിച്ചിട്ട്, ഡൽഹി നിങ്ങൾ എവിടെയാണ്, എത്ര മണിക്ക് എത്തുമെന്ന്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിതാ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, ചേട്ടൻ്റെ വണ്ടിയായിട്ട് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ സ്ഥലത്തെത്തിച്ചു. പിന്നെ ഞങ്ങൾ ട്രാം ഇറങ്ങി ഞങ്ങളുടെ ഫ്ലാറ്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു.